ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈന്തപ്പഴവും നാരങ്ങയും വെച്ചിട്ട് അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടി 2 കിലോ നാരങ്ങ ഇതേപോലെ അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി ഇതേപോലെ ഞുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 1.5 കിലോ ഈന്തപ്പഴവും കൂടെ കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി കുത്തി അരിഞ്ഞ് വെച്ചതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടികളാണ് കേട്ടോ. പൊടികൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാവേ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളിവിടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അച്ചാർ പൊടിയില്ലേ, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പൊടികളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, നല്ലെണ്ണ വേണം. നല്ലെണ്ണയിലാണ് ഞാൻ സാധാരണ അച്ചാർ ഇടുന്നത്. നല്ലെണ്ണയിൽ അച്ചാറിട്ടാൽ ഒട്ടും തന്നെ കേടായി പോകത്തില്ല കേട്ടോ. പിന്നെ ഞാൻ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊടുത്തു വിടാനൊക്കെ അച്ചാറിടുമ്പോൾ എന്തായാലും ഇച്ചിരി വിനാഗിരിയൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു അച്ചാറാണ്. എത്ര കാലം വേണേലും ഇരിക്കും, പുറത്ത് വെച്ചാലൊന്നും കേടാകത്തില്ല കേട്ടോ. അപ്പോൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരണം. കടുകൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ കടുക് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒത്തിരി കടുകായാലേ ഇഷ്ടമില്ലായേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഒരു 1/2 കപ്പ് വെളുത്തുള്ളി 1/2 കപ്പ് ഇഞ്ചിയും കൂടെ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് വെളുത്തുള്ളിയൊക്കെ മൂത്തില്ലെങ്കിൽ അച്ചാർ കേടായി പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ നല്ലെണ്ണയ്ക്കകത്ത് കിടന്ന് വെളുത്തുള്ളി ഇഞ്ചി നല്ല രീതിയിൽ മൂത്തൊന്ന് കളറ് മാറി വരണം കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണമേ. അപ്പോൾ ഇത് കണ്ടോ, നല്ലോണം ഇളക്കി കൊടുത്ത് കളറൊക്കെ നല്ല രീതിയിലൊന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. പതഞ്ഞൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ചില ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ പതഞ്ഞ് വരും, ഇത് പതഞ്ഞൊന്നും വരത്തില്ലേ. നല്ല രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുത്ത് കളറൊന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കളറൊക്കെ ഒരുവിധം ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മൂത്താൽ മതി. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനുണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. ഞാൻ എപ്പോഴും അച്ചാറിന് അതുപോലെ കറികൾക്കൊക്കെ നല്ലവണ്ണം കറിവേപ്പില ഇടും കേട്ടോ. എനിക്ക് കറിവേപ്പില ഇട്ട കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അച്ചാറിനും ഇതേപോലെ ഒരു പിടി നല്ല രീതിയിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. മൊരിഞ്ഞ് വന്നില്ലെങ്കിൽ അച്ചാർ കേടാകും. അപ്പോൾ നല്ല രീതിയിൽ കറിവേപ്പില നമ്മുടെ ഓയിലിനകത്ത് കിടന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അച്ചാർ ഒരിക്കലും കേടാകത്തില്ല കേട്ടോ. എത്ര കാലം വേണേലും പുറത്താണേലും ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച പൊടികൾ കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കുവാണേ. എല്ലാം പൊടികൾ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഓയിലിനകത്ത് പൊടികൾ കിടന്നൊന്ന് മൂത്ത് വരണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ഇച്ചിരി കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ഇതേപോലെ വരണം കേട്ടോ. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പൊടിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നില്ലെങ്കിൽ അച്ചാർ കേടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്നതായ ഒരു രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അച്ചാറൊക്കെ ഇടാനറിയാം, എന്നാൽ എൻ്റേതായ ഒരു രീതിയിലാണ് ഞാനിടുന്ന അച്ചാർ. പലർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെ പറയാറുണ്ട് നല്ല അച്ചാറാന്നൊക്കെ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 500 ഗ്രാമോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി എന്തായാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദൂരെയൊക്കെ കൊണ്ടുപോകുമ്പോഴും അതുപോലെ തന്നെ പുറത്തൊക്കെ വെക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കണേ.
എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഈ പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് ഈ വിനാഗിരിക്കകത്തോട്ടൊന്ന് ചേർന്ന് വരണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മുളകിൻ്റെയൊക്കെ കളറ് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അച്ചാറിടാൻ അറിയാം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മൂക്ക് കൊണ്ടുപോകാനായിട്ട് മാങ്ങാച്ചാറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ എടുക്കാൻ മറന്നുപോയി. പക്ഷേങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ട മാങ്ങാച്ചാർ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉപ്പിൻ്റെ പാകം എന്ന് വെച്ചാൽ എൻ്റെ കൈയാണ് എനിക്ക് ഉപ്പിൻ്റെ പാകമേ. ഉപ്പ് ഞാൻ കൈക്കകത്താണ് വാരിയിട്ട് കൊടുക്കുന്നത്, എന്നാലേ എനിക്കത് ശരിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. സ്പൂണിനകത്തൊക്കെ ഉപ്പ് വാരിയിട്ടാൽ എനിക്ക് കൂടി പോകുമെന്നുള്ള പേടിയാണ് കേട്ടോ. അപ്പോൾ കൈയാണ് എനിക്ക് ഉപ്പിൻ്റെ ഒരളവ്. അപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഉപ്പ് കൈ കൊണ്ട് വാരിയിടുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ. എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ എല്ലായിടവും നല്ല രീതിയിൽ തിളച്ച് വരണം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതുകൊണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം വേണം നമുക്കിതിലേക്ക് നാരങ്ങ, നമ്മൾ എടുത്തു വെച്ച നാരങ്ങ, ഞാൻ നാരങ്ങ ഇതേപോലെ നാരങ്ങയും ഈന്തപ്പഴവും കൂടെ അരിഞ്ഞ് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടത് 2 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് നല്ല രീതിയിൽ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈന്തപ്പഴം അതേപോലെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു അച്ചാറാണ് കേട്ടോ. മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നൊരച്ചാറാണ്. പലരും അച്ചാറിനകത്ത് പഞ്ചസാര ഇടാറുണ്ട്. പക്ഷേങ്കിൽ ഈ അച്ചാറിന് പഞ്ചസാരയൊന്നും ഇടണ്ട. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ അച്ചാറിനൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ അച്ചാർ നമുക്ക് ബിരിയാണിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ മധുരമുള്ള അച്ചാർ, ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ കഴിക്കാറില്ലേ. അപ്പം അതിനകത്ത് നാരങ്ങയൊന്നും ചേർക്കാറില്ല. ഈന്തപ്പഴം അല്ലെങ്കിൽ ഉണക്കമുന്തിരിങ്ങ വെച്ചൊക്കെയാണ് സാധാരണ കല്യാണത്തിനൊക്കെ അച്ചാറിടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് നാരങ്ങയൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി, അങ്ങനെ കേടാവത്തൊന്നുമില്ല കേട്ടോ. ഇതിന് മുമ്പേ ഞാൻ എൻ്റെ പഴയ ചാനലിൽ നാരങ്ങയുടെയും ഈന്തപ്പഴത്തിൻ്റെ 1-2 റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുതിയ ചാനലിൽ ഇടാനാണ്. അപ്പോൾ പുതിയ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈന്തപ്പഴത്തിൻ്റെ നാരങ്ങയുടെ അച്ചാറിടുന്നത് കേട്ടോ. അതിനകത്ത് പുതിയ ചാനലിൽ ഞാൻ അങ്ങനെ അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും പുതിയ ചാനലിൽ ഇടാനാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. അത് ഇളക്കി നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഈന്തപ്പഴത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു അച്ചാറാണ് കേട്ടോ ഇത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ലൊരു അച്ചാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കും ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചുമ്മാ ആണെങ്കിലും ഈ അച്ചാർ കഴിക്കാറുണ്ട്. ഈന്തപ്പഴവും നാരങ്ങയും ചേർത്തിട്ടുള്ള അച്ചാർ ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ കഴിക്കും. ചുമ്മാ ഒക്കെ എടുത്ത് കഴിക്കും കേട്ടോ. അപ്പം നന്നായിട്ടത് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പൊടികളൊക്കെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ എല്ലായിടത്തും പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് അതിൻ്റേതായൊരു ടെക്സ്ചറിലേക്ക് വരുള്ളൂ കേട്ടോ ഈ അച്ചാറേ. അപ്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഞാൻ വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ എല്ലായിടത്തും തന്നെ പിടിക്കണം. ഇത് കണ്ടോ, ഇച്ചിരി ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ അച്ചാർ 2 ദിവസം കഴിയുമ്പോഴത്തേനുണ്ടല്ലോ കുറച്ചും കൂടെ ഒന്ന് കുറുകി കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് ഈ നാരങ്ങയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്പ്പൊന്നും ഒട്ടും തന്നെ ഇല്ലാത്തൊരച്ചാറാണ്.
പലർക്കും നാരങ്ങ അച്ചാർ ഇടുമ്പോൾ അതിനകത്ത് കയ്പ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ. പക്ഷേങ്കിൽ ഈ നാരങ്ങ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒട്ടും തന്നെ കയ്പ്പില്ല. എന്താണെന്ന് വെച്ചാൽ ഈന്തപ്പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ നാരങ്ങ അച്ചാറിന് ഒട്ടും തന്നെ കയ്പ്പില്ല കേട്ടോ. പിന്നെ പലരും പല രീതിയിൽ നാരങ്ങ അച്ചാർ ഇടും. നാരങ്ങ ഉണങ്ങിയിട്ടൊക്കെ അച്ചാറിടും കേട്ടോ. കറുത്തിരിക്കുന്ന നാരങ്ങ അച്ചാറൊക്കെ ഇടും കേട്ടോ. അത് ഈ ഉണക്കിയിട്ട് ഇടുന്ന നാരങ്ങയാണ്. അപ്പം ഞാൻ ആ നാരങ്ങ അച്ചാറൊന്നും ഇട്ടിട്ടില്ല. നാരങ്ങ തന്നെ ഞാൻ അച്ചാറിൻ്റെ റെസിപ്പി 2 ചാനലിലും ഇട്ടിട്ടില്ല കേട്ടോ, നാരങ്ങയുടെ തന്നെ. അല്ലാതെ മാങ്ങ അച്ചാറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അച്ചാറാണ്. അപ്പം പിന്നെ ഇത് കണ്ടോ, നല്ല നല്ല ഭംഗിയല്ലേ കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്തേ ഈ വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അടിപൊളി ഒരു അച്ചാറാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല റെസിപ്പികളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ പുതിയ ചാനൽ നവോമി ക്രിയേറ്റീവ് കിച്ചൺ എന്ന് പറഞ്ഞ പുതിയ ചാനൽ തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞു. അത് 4000 വാച്ച് അവറൊന്നും ആയിട്ടില്ല കേട്ടോ. 4000 വാച്ച് അവർ ആയെങ്കിലേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. അപ്പോൾ അതിനകത്തൊരു 1400 വാച്ച് അവറേ ആയിട്ടുള്ളൂ. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. 1000 സബ്സ്ക്രൈബേഴ്സും ആയിട്ടില്ല, ഒരു 750 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം പിന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാം. പെട്ടെന്നൊന്ന് ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആവണം. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കണ്ടെങ്കിലേ അത് സാധിക്കത്തുള്ളൂ. പിന്നെ ഞാനിടുന്ന റെസിപ്പി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളത് വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതായ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തതായ മാങ്ങാച്ചാർ കേട്ടോ. മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അത് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഒത്തിരി ലേറ്റായി പോയായിരുന്നു. അപ്പോൾ രാത്രിയിലാണ് ഇത് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ മാങ്ങാച്ചാർ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാച്ചാറാണ്. ഒന്നാമത് ഇത് ചനച്ച മാങ്ങയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മാങ്ങയ്ക്ക് ഇച്ചിരി മധുരമൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല മാങ്ങാച്ചാറാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.